നമസ്കാരം. ഇന്ന് നിശയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് തട്ടിത്തടഞ്ഞ് നടക്കാൻ വയ്യാതായി. അനവധി സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ ആകുമ്പോൾ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആണ് അവർക്കൊക്കെ തന്നെ. കാമ്പുള്ള കാതലായ കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്. അത് നിരുപദ്രവമായി ആണെങ്കിൽ ആയിക്കോട്ടെ, അവരെ കാണാനും ആൾക്കാരുണ്ടെങ്കിൽ അതും ആയിക്കോട്ടെ, അവർ ഇൻകം ജനറേറ്റ് ചെയ്തോട്ടെ, വിരോധമില്ല. പക്ഷേ എല്ലാത്തിൻ്റെയും അതോറിറ്റിയാണ്, എല്ലാത്തിനും എന്തിനെക്കുറിച്ച് പറയാനും സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ ഉള്ള ആധികാരികത ഉണ്ടെന്ന് നടിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാവുക. അവരവർക്ക് അറിയാവുന്ന കാര്യം ചെയ്ത് മിണ്ടാതിരിക്കുക, എല്ലാവരോടും സ്നേഹത്തോടു കൂടിയൊക്കെ നിൽക്കുകയാണെങ്കിൽ വളരെ സന്തോഷം. ചിലരുടെ പ്രസൻസ് തന്നെ ചിലർക്കൊക്കെ എല്ലാവർക്കും ഒരു സന്തോഷം, ആനന്ദം കൊടുക്കുന്നുണ്ടാവും. ചിലവരുടെ വേഷവിധാനം, ചിലർക്ക് ഭംഗി, ചിലർക്ക് കൊഞ്ചിക്കൊണ്ട് സംസാരിക്കുന്നത്, അത് ചിലർക്ക് അധിക്ഷേപിച്ച് സംസാരിക്കും അതോറിറ്റീസിനൊക്കെ. അത് കേൾക്കാനൊരു ഇത് ഓരോരുത്തർ നിരുപദ്രവമായി എന്തെങ്കിലും പറയുകയാണെങ്കിലൊക്കെ കുഴപ്പമില്ല. പക്ഷേ ഒന്നിനെക്കുറിച്ചും സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ കാര്യങ്ങളിൽ യാതൊരുവിധ ആധികാരികതയും ഉണ്ടാവില്ല. പിന്നെ വായ തോന്നിയത് കൊതയ്ക്ക് പാട്ട് എന്ന കണക്കിന് ഓരോന്നൊക്കെ വളരെ അപക്വമായ പരാമർശങ്ങൾ പറയുമ്പോഴാണ് ജനങ്ങൾ എജിറ്റേറ്റഡ് ആവുന്നത്. ഇപ്പോൾ പലരുണ്ട്, ചില ഈ സോഷ്യൽ മീഡിയ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ചവറ് പ്രോഗ്രാമിന് ശേഷം അവിടെ അതെ എന്ത് സന്ദേശമാണ് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല. അവിടെ കിടന്ന് ഇതേപോലെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ ഉള്ള ഒരു സന്ദേശവും പ്രത്യേകിച്ച് സമൂഹത്തിന് നൽകാത്ത ചിലരെയൊക്കെയാണ് അതിലേക്ക് വിളിക്കുന്നത്. അവിടെ നടത്തുന്ന കോപ്രായങ്ങളൊക്കെ കഴിഞ്ഞ് വലിയ പൈസയും വാങ്ങി വെച്ച് യൂട്യൂബിൽ ചാനൽ തുടങ്ങുന്നുണ്ട്. അത് അവർ നടത്തുന്നത് അവരുടെ ചാനലിൽ കൂടെ സമൂഹത്തിന് ഗുണപ്രദമായ ഒരു കാര്യങ്ങൾ അവർ പറയുന്നുമില്ല. പക്ഷെ അവർ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവരെ കാണാനും കേൾക്കാനും ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ മാതൃകാ വ്യക്തിത്വങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് അതായത് ജനങ്ങളുടെ സെൻസിബിലിറ്റിയെ ഈ ഉപഭോഗ സംസ്കാരത്തിന് യോജിച്ച രീതിയിൽ മോൾഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് സമൂഹം ഇത്തരക്കാരെ കേൾക്കുകയും കാണുകയും ഈ ഗ്ലിറ്ററിന് പിന്നാലെ പോവുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ പേളിയും മാണിയും അതേപോലെ തന്നെ ഈ ബിഗ് ബോസ് പ്രൊഡക്റ്റാണ്. അവർ പുറത്ത് വന്ന് അവരെ പൂർണ്ണമായി നള്ളിഫൈ ചെയ്യുകയല്ല, അവർക്ക് അവരുടേതായ കഴിവുകളും കാര്യങ്ങളും അതാണ് സമൂഹത്തിന് ഇപ്പോൾ ആവശ്യം. അതവർക്കുണ്ട്, അത് അവർ ജീവിച്ചോട്ടെ, അതൊക്കെ അവർ ജീവിച്ചോട്ടെ, വിരോധമില്ല. പക്ഷേ അവരവരുടെ വീട്ടിലെ അടുക്കളയുടെ കാര്യമാണ്, കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യണത് അത് അങ്ങനെ അവരുടെ യാത്രകൾ ഹഷ് പുഷ് ആയിട്ട് നടക്കുന്ന രീതിയിൽ പ്രത്യേകിച്ച് ഒരു സന്ദേശവും യുവതയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒന്നും കൊടുക്കുന്നില്ല. അവരുടെ ഒരു ഹഷ് പുഷ് ജീവിതം, ലൈഫ് സ്റ്റൈൽ വിറ്റ് കാശാക്കുന്നു. പിന്നെ ഈ കൊമേഴ്സ്യലായിട്ടുള്ള മൂവി മേക്കേഴ്സ്, ആർട്ടിസ്റ്റൊക്കെ അവരൊക്കെ ആയിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നു. കൊച്ചു എന്താ ഇക്ലിപ്പെടുത്തുന്ന വർത്തമാനങ്ങളും ഒക്കെ അവരോട് ചോദിച്ചിട്ട് അതുപോലെ ഒരു വിടുവായുത്തങ്ങളും പൊട്ടത്തരങ്ങളും പറയും. അത് ആസ്വദിക്കാൻ ആൾക്കാരുള്ളിടത്തോളം കാലം അവർക്കത് കൊടുക്കാൻ നമ്മൾ അതിനൊന്നും കുറ്റം പറയുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ജന്തർ മന്ദറിൽ ഉള്ള ഈ യുവതയുടെ നീറ്റ് ചോദ്യക്കടലാസ് ചോർച്ചയെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു സമരത്തിനെ കുറിച്ച് അവർ നടത്തിയ ചില പരാമർശങ്ങളുണ്ട്. സുരക്ഷയാണ് പ്രധാനം, അതുകൊണ്ട് യുവതയ്ക്കെതിരായിട്ട്, അതായത് ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടും അതിനോട് ഇനി പ്രൊട്ടസ്റ്റ് വേണ്ട എന്നുള്ള രീതിയിലൊക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തിലെ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ്, സമാധാനപരമായ പ്രൊട്ടസ്റ്റിന് ചെയ്യുന്ന കുട്ടികളെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റ് ഇടുക,
അതേപോലെ തന്നെ അവരെ വിമർശിക്കുക ഒക്കെ ചെയ്യുന്നത് വളരെ മോശമാണ്. കാരണം ആ കുട്ടിക്ക് അതിൻ്റെ വില അറിയില്ല. അവർ പണിയെടുക്കാതെ പേളിമാണി യാതൊരു വക പണിയെടുക്കാതെയാണ് ഇങ്ങനെ ഗ്ലിറ്റർ ഇങ്ങനെ ഓരോ വീട് വായ്ത്തം പറഞ്ഞ് വലിയ വലിയ ഫ്ലാറ്റുകൾ ഫോളോവേഴ്സിൻ്റെ അതുകൊണ്ട് ദുബായിൽ ഫ്ലാറ്റ് മറ്റും വളരെ ഈസി മണിയാണ്. അതുപോലെ അല്ലല്ലോ ഊണ് ഉറക്കവും കളഞ്ഞ് ഉറക്കൊളിച്ചിരുന്ന് പഠിച്ച കുട്ടികൾക്ക് അവരുടെ ഒരു ചാൻസ് നഷ്ടപ്പെടുക. അത്രയും ഹാർഡ് വർക്കാണല്ലോ. പേളിമാണിക്ക് യാതൊരു ഹാർഡ് വർക്കും ഇല്ലാതെ കാശുണ്ടാവുകയാണ്. അപ്പോൾ ആ കുട്ടികളുടെ പിന്നെ ജ്ഞാനവും ഇല്ലാത്തവരോട് വിടുവായത്ത ഈ ജ്ഞാനം ഇല്ലാത്ത ആൾക്കാർ സോഷ്യൽ മീഡിയ വന്നിരുന്നു കൊണ്ട് അപക്വമായ പരാമർശങ്ങൾ നടത്തുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ്. അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് മിണ്ടാതിരിക്കാം. എനിക്ക് എന്തും ഇപ്പോൾ ഇവിടെ എത്രയോ നല്ല കഴിവുള്ള ആൾക്കാരെ ഉള്ളപ്പോഴാണ് ഇതേപോലത്തെ ആൾക്കാരെയൊക്കെ അസംബ്ലിയിലേക്കും ലോക്സഭയിലേക്കൊക്കെ റെപ്രസെൻറ്റേറ്റീവ്സിനാക്കുന്നത്. കാരണം ഒരു പരിചയമായ മുഖമാണ് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത്തരക്കാർക്ക് വോട്ട് ചെയ്തിട്ട് ഇത്തരക്കാരെ പറഞ്ഞയക്കുന്നത്. അവർക്ക് തല വേണമെന്നൊന്നും ഇപ്പോൾ അസംബ്ലിയിലും ലോക്സഭയിലും വേണമെന്നൊന്നുമില്ല. തല വേണ്ടാത്തവരെ മാത്രമാണ് ഇപ്പോൾ അവിടേക്കും സർവ്വയോഗ്യരായിട്ട് കണക്കാക്കുന്നുള്ളൂ. കാരണം പറഞ്ഞു കൊടുത്ത് പാവിരിക്കുക, സബ്മിസീവായിട്ട് നിൽക്കുക, പറഞ്ഞു കൊടുത്ത് ഒപ്പുവെക്കുക, അങ്ങനത്തെ ആൾക്കാരെയൊക്കെയാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിലും ആവശ്യമുള്ളൂ. അല്ലാത്തവരെ ഒക്കെ അകറ്റി നിർത്തുന്ന ഒരു കാലഘട്ടമാണ് കുറേ കാലമായിട്ട്. കാരണം ഇവർക്ക് നിയമവിരുദ്ധമായി പലതും ചെയ്യണം. അപ്പോൾ അത് പറയുമ്പോൾ ചെയ്യണം, അതിന് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള ആൾക്കാരെ മാത്രമേ അവരും കൂട്ടുന്നുള്ളൂ. അങ്ങനെ പേളിമാണി സെലിബ്രിറ്റിയായ പേളിമാണി പറഞ്ഞതാണ് സിബി മലയിലിൻ്റെ മകനാണ് അത് ഇവരെ വിമർശിച്ചപ്പോൾ ഇതിന് ഫെയിൽഡ് ഫിലിം മേക്കേഴ്സ് ആണ് എന്നൊക്കെ പറഞ്ഞു. സിബി മലയിലിൻ്റെ റേഞ്ച് ഈ കുട്ടിക്ക് അറിയോ? അപ്പോൾ എത്ര നല്ല നല്ല സിനിമകൾ മലയാളത്തിൽ സമ്മാനിച്ച സിബി മലയിലിനൊക്കെ ഒരു കഴിവില്ലാത്ത പേളിമാണിക്ക് പറയാൻ എന്തർഹതയുള്ളു? പേളിമാണിയോടുള്ള ഒരു കൗതുകം, ഒരു പേളിമാണിയുടെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ജസ്റ്റേഴ്സ്, നിരുപദ്രവമായ വീഡിയോസിനൊക്കെ ജനങ്ങൾ വെറുതെ നേരം പോക്കിന് അങ്ങോട്ട് സ്നേഹിച്ച് കളഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അതുവഴി പേളിമാണി ഒരുപാട് കാശുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ആ കാശുണ്ടായി എന്ന് കരുതി പേളിമാണി അപ്ഡേറ്റഡ് ആവാൻ ശ്രമിച്ചിട്ടില്ല. വായിക്കുകയോ രാഷ്ട്രീയം നിരീക്ഷിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കുറേ കാശുണ്ടാക്കി അവനവൻ്റെ കാര്യത്തിൽ തുള്ളിച്ചാടി നടക്കുക എന്നല്ലാതെ അപ്പുറത്തേക്കൊന്നും പേളിമാണി പോയിട്ടില്ല. അപ്പോൾ കുറച്ച് സാമൂഹികവും അവബോധവും രാഷ്ട്രീയ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്സും സാംസ്കാരിക അവബോധമൊക്കെ ഉണ്ടെങ്കിൽ ഈ പീസ്ഫുൾ പ്രൊട്ടസ്റ്റിന്, അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. അവരുടെ ശ്രമങ്ങളെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ലാത്തതാണ്. മാത്രമല്ല സിനിമയുടെ ഭാഗമാണ് എന്ന് പറയുന്നുണ്ട്. ആ സിനിമ ഈ തമിഴ് ആർട്ടിസ്റ്റുകളൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സിബി മലയിൽ എന്താണ് എന്നുള്ളത് ആ കുട്ടിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ ഇത്തരം പരാമർശങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ ഒന്നും ചിന്തിക്കാതെ ഓരോ വായ തോന്നിയത് ഇങ്ങനെ പറയുന്ന ആൾക്കാരെയൊക്കെയാണ് ഇപ്പോൾ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൊടുത്തിരിക്കുന്നത്. അവർക്കാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ, അവർക്കാണ് ഫോളോവേഴ്സ് കൂടുതൽ, അവരെയാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്. എന്ത് രീതിയിൽ ഇൻഫ്ലുവൻസാണ് ഇവരെ ഈ ജനങ്ങളിൽ ഉണ്ടാക്കുന്ന, എന്ത് ഇമ്പാക്റ്റാണ് ഇവരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആൾക്കാർക്ക് ഉണ്ടാകുന്നത്? അവരുടെ വീട്ടിലെ പട്ടിയെ കുളിപ്പിക്കുന്നത്, അവരുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഓംലെറ്റ് ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ ഷേപ്പ്, കുഞ്ഞുങ്ങളെ റെയർ ചെയ്യുന്ന വീഡിയോ, ഇങ്ങനെയാണ് കുഞ്ഞുങ്ങളെ റെയർ ചെയ്യേണ്ടത് എന്നുള്ളൊരു സന്ദേശം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓക്കെ, അത് ആസ് ലോങ് ആസ് സച്ച് വീഡിയോസ് ആർ ഹാംലെസ് ആൻഡ് ഇന്നസെൻറ്റ് വി ക്യാൻ ആക്സെപ്റ്റ് ഇറ്റ്. നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ ഒരു സിനിമയിൽ അഭിനയിച്ച ആൾക്കാരെ, അല്ലെങ്കിൽ സിനിമയുടെ ഗ്ലിറ്ററുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ആണ്. അവർ സമൂഹത്തെ അവരെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഒരു അഭാവം നമ്മുടെ സമൂഹത്തിൽ വന്നു ചേർന്നത് കൊണ്ടാണ് ഇത്തരക്കാരെയൊക്കെ, ഇവരൊക്കെ മോശക്കാരാണെന്നല്ല ഞാൻ പറയുന്നത്, ഇവരെയൊക്കെ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും പോകുന്നത്. കഴിഞ്ഞ കൊല്ലം കൊല്ലത്ത് ഒരു
പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി ഏറ്റവും വലിയൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ 5 ലക്ഷം മറ്റേ സബ്സ്ക്രൈബറും ഫോളോവേഴ്സൊക്കെ ഉള്ളൊരു പെൺകുട്ടിയാണ് അതിൻ്റെ അമ്മയും അച്ഛനും കൂടിയിട്ട് കൺസ്പയർ ചെയ്ത് ഒരു പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്. ആലോചിക്കണം. അപ്പോൾ ഇത്തരക്കാരെയൊക്കെയാണ് ആൾക്കാർ ഫോളോ ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു. നമുക്ക് സമാധാനിക്കാം. ഈ പോൺ മൂവീസിനൊക്കെ സാധാരണ ക്ലാസ് മൂവീനേക്കാളും ഫോളോവേഴ്സും അത് കൂടുതൽ ഓടുന്നതും ആളുകൾ കാണുന്നതും ഒക്കെ അത് തന്നെയാണല്ലോ. അപ്പം ജനങ്ങളുടെ ഒരു ടെൻഡൻസിയാണ് ഈ ഈ ഇത്തരം സംഗതികൾക്ക് ഉള്ള പിന്നാലെ പോവുക, അവരെ വല്ലാതെ ആരാധിക്കുക, അവരെ ഒരു ദൈവത്തിന് തുല്യമായ സ്റ്റാറ്റസ് കൊടുക്കുന്നതൊക്കെ കണ്ട്. തമിഴ്നാട്ടിലൊക്കെയാണ് ഈ സിനിമാ നടികൾ അവരുടെ മൊറയിലും അവരുടെ ക്യാരക്ടർ വൈസൊക്കെ വളരെ മോശമാണെങ്കിൽ അവർക്ക് അമ്പലം പണിയുന്നത് കാണാം. അതേ ഒരു പ്രവണത ഇപ്പോൾ കേരളത്തിലും വന്നു തുടങ്ങി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത്രയധികം ഫോളോവേഴ്സൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇത്രയധികം ഫോളോവേഴ്സ്, എന്ത് കണ്ടിട്ടാണ് ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് നമുക്ക് അത്ഭുതം തോന്നുന്ന കാര്യമാണ് അതൊക്കെ. അപ്പോൾ ആ പേളി മാണി ഇത്രയും വലിയൊരു ജനകീയ സമരത്തെ നള്ളിഫൈ ചെയ്യുകയും അവരുടെ ശ്രമങ്ങളെയൊക്കെ, ആ യുവതയുടെ ശ്രമങ്ങളെയൊക്കെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻസ് ഇല്ലാത്തൊരു കക്ഷിയാണ്. അപ്പോൾ ഒരു നിലപാടും ഇല്ലാത്തൊരു കക്ഷിയാണ്. ഇത്തരം ആൾക്കാരെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ ഇനിയെങ്കിലും ജനങ്ങൾ ചിന്തിക്കുക. എന്ത് കണ്ടിട്ടാണ് ഇവരെയൊക്കെ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് ഇത്രയധികം സബ്സ്ക്രിപ്ഷൻ ഇവർക്ക് കൊടുക്കുന്നത്, ഇത്രയധികം ഫോളോവേഴ്സ് കൊടുക്കും. അത് കഴിഞ്ഞ് വന്നിട്ട് തനിക്ക് ഒരുപാട് ഡാമേജ് വന്നു എന്ന് അറിയുമ്പോൾ വന്നിരുന്ന് അപ്പോളജി നടത്തുന്നത്, തൻ്റെ വരുമാനത്തെ അത് ബാധിക്കുമെന്ന് തോന്നുമ്പോൾ മാത്രം ഒരു നിലപാടെടുക്കുകയും അപ്പോളജി നടത്തുകയും ചെയ്യുന്നത് അന്തസ്സിന് ചേർന്നതല്ല. കാര്യങ്ങൾ പഠിച്ചു പറയണം. ഒരു എഫേർട്ടും ഇല്ല, ഒരു ഹാർഡ് വർക്കും ഇല്ലാത്ത ആൾക്കാർക്ക് സമൂഹത്തിൽ ഇങ്ങനെ കാശ് വന്ന് കുമിഞ്ഞുകൂടാ. അത് നമ്മളെല്ലാവരും ജാഗ്രതയോടെ ഇരുന്നാൽ നല്ലത്.